എല്ലാ സ്ത്രീകൾക്കും ഈ അനുഭവം ഉണ്ടാകുന്നില്ല. നമ്മൾ കെട്ടുപാടുകളിൽ കുടുക്കിയിട്ട് എല്ലാ മരുന്നെന്ന് പറഞ്ഞ് അവരുടെ മനസ്സിന് അവരുടെ കഴിവുകൾ പ്രതികരിക്കാനുള്ള ഒരു ശേഷി അതിനെയെല്ലാം ചെറുപ്പത്തിലെ തന്നെ നമ്മൾ ഇല്ലാതെയാക്കുന്നതിന്റെ ഭാഗമായി വരുന്നൊരു പ്രശ്നം. സമൂഹത്തിൽ നാം നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ നാം യാത്ര ചെയ്യുമ്പോൾ നാം ഇടപെടുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഒരുപക്ഷെ നമ്മുടെ മനസ്സ് വേഗത്തിൽ ചലിക്കാതെ പോകുന്നതെന്നാണ്. ഇതെല്ലാം നാം മനസ്സിലാക്കേണ്ടത്. നമുക്ക് ഒരു പ്രായത്തിനനുസരിച്ച് പെൺകുട്ടിക്കും ആൺകുട്ടിക്കും കൊടുക്കേണ്ട സ്വാതന്ത്ര്യം മാതാപിതാക്കൾ എന്ന നിലയിലുള്ള നിയന്ത്രണം കൈകാര്യമാണ്. പക്ഷെ അത് വിവേചനത്തിന്റെ പാതയിൽ ആയിരിക്കും. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ ആൺകുട്ടിയും പെൺകുട്ടിയും നിന്ന് ഭക്ഷണം കഴിച്ചാൽ അവർക്ക് പാത്രം കഴുകാൻ ഒരു പ്രായമായി നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, പാത്രം കഴിക്കാൻ അല്ലെങ്കിൽ വെള്ളം കുടിച്ച് ഗ്ലാസ് കഴുകാൻ പ്രായമായ അവനൊരു ഭാരമല്ലെങ്കിൽ, അവന്റെയും അവളുടെയും നട്ടലിൽ ഒഴിയാത്തൊരു ഭാരമല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഭക്ഷണം കഴിച്ച പാത്രം ഒന്ന് കഴുകാൻ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അവരോട് പറയാം. അവർ വസ്ത്രം കഴുകാൻ തുടങ്ങുന്ന കാലഘട്ടത്തിൽ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നമുക്ക് പറയാം, നിങ്ങൾ നിങ്ങളുടെ വസ്ത്രം കഴുകാൻ തുടങ്ങണം. അത്യാവശ്യം അവരുടെ ദിനചര്യകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കാൻ അവരെ പ്രാപ്തരാക്കാൻ നമ്മുടെ ചെറുപ്പത്തിൽ തന്നെ